ചാനൽ വണ്ണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ വണ്ണിൻ്റെ സായംഗ്ലിയിലുള്ള മിഷൻ പ്രവർത്തനത്തിൻ്റെ ഒരു വീഡിയോയാണ് നാം ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. അവിടെ പ്രവർത്തിക്കുന്നത് ഞാൻ നേരത്തെ ഓർപ്പിച്ച ആന്ധ്രയിൽ നിന്നുള്ള ജോഷുവ MD എന്ന് പറയുന്ന പാസ്റ്ററാണ്. അദ്ദേഹം താമസിക്കുന്നതും സായംഗ്ലിയിലാണ്. അവിടെ അദ്ദേഹത്തിൻ്റെ കൂടിവരവിൽ ധാരാളം ആൾക്കാർ കൂടി വരുന്നുണ്ട്. ഇന്നൊരു ഇടദിവസമായതുകൊണ്ട് അവിടെ ഭവനത്തിനകത്താണ് അന്ന് കൂടി വരുന്നത്. ഭവനത്തിനകത്ത് നിറയെ ആൾക്കാരുണ്ടായിരുന്നു. അതൊരു വലിയ അനുഗ്രഹിക്കപ്പെട്ട ഒരു മീറ്റിംഗ് ആയിരുന്നു. ആ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു. ആ മീറ്റിംഗിലേക്ക് നമുക്ക് ശ്രദ്ധയെത്തിരിക്കാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ആ ദേശത്തിന് വേണ്ടിയും അവിടെ പ്രവർത്തിക്കുന്ന ദൈവദാസന് വേണ്ടിയും കൂടി വരുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കുന്നു. വീഡിയോ നമുക്ക് വാച്ച് ചെയ്യാം. ഗോഡ് ബ്ലെസ് യു. ലവ് യു. ഇവിടെയുള്ള ദൈവമക്കളെ ഓർത്ത് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ഇരിക്കുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. जगामध्ये असलेले भरपूर लोक तुमच्यासाठी तुम्हाला आठवण करून प्रार्थना करत आहेत. നിങ്ങൾ തമ്മിൽ അവരും നിങ്ങളും പരസ്പരം കണ്ടിട്ടില്ലെങ്കിലും കർത്താവിന്റെ ദാസൻ ജോഷുവ പാസ്റ്ററിലൂടെ നിങ്ങളുടെ വിവരങ്ങൾ അറിയുവാനും അത് പങ്കുവയ്ക്കുവാനും പ്രാർത്ഥനാ വിഷയങ്ങൾ ഷെയർ ചെയ്യുവാനും ഒക്കെ ഇടയായി. അങ്ങനെ പ്രിയപ്പെട്ടവർ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ട്. तरी तुम्हाला अजून भेटले नाही तरी सुद्धा जोशुआ पासने तुमच्या प्रार्थना विनंती दिलेला आहे. तरी सर्वजण तुमच्यासाठी प्रार्थना करत आहेत. അകലിൽ നിങ്ങളുടെ നടുവിലായിരിക്കുന്നതിൽ ഞാൻ കർത്താവിൽ സന്തോഷിക്കുന്നു. आज तुमच्या बरोबर उभारण्यासाठी परमेश्वराने मला संधी दिली म्हणून मला आनंद वाटत आहे. ക്രിസ്തുവിലൂടെ നിങ്ങൾ എന്റെ സഹോദരങ്ങളാണ്. ख्रिस्तामध्ये आपण सर्वजण भाऊ बहीण आहेत. ആയതുകൊണ്ട് ഹൃദയപൂർവ്വം നിങ്ങളോട് എന്റെ സ്നേഹത്തെ ഓർപ്പിക്കുന്നു. मनापासून मी तुम्हाला धन्यवाद देत आहे. വളരെ തിരക്കുള്ള ദിവസങ്ങളായിരുന്നുകൊണ്ട് ഞങ്ങൾ ഇന്ന് സായാഹ്നം കടന്നു പോകുന്നത് കൊണ്ടും അല്പസമയം മാത്രമേ ഞങ്ങൾ വചനത്തിനായി എടുക്കുന്നു. आज जास्त वेळ नाहीये कारण आज संध्याकाळची वेळ तुम्ही परत केरळामध्ये जाणार आहे म्हणून जास्त वेळ वचनासाठी मी घेणार नाहीये. ഇന്ന് പകലത്തെ ചിന്തയ്ക്കായിട്ട് ദൈവവചനത്തിൽ നിന്നൊരു ഭാഗം എടുക്കുകയാണ്. സങ്കീർത്തന പുസ്തകങ്ങളിൽ പറയുന്നു, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖമോ ലജ്ജിച്ചു പോയില്ല. स्तोत्रसंहिता 34 अध्यायाच्या 5व्या वचनामध्ये असं म्हटलेलं आहे, ज्याने त्याच्याकडे पाहिले ते प्रकाश पावले, त्याचे मुख लेखेने कदापि कळवणार नाही. സങ്കീർത്തന പുസ്തകത്തിൽ ദാവീദാണത് പറയുന്നതെങ്കിലും അവങ്കൽ എന്ന് പറയുന്നത് സർവശക്തനായ ദൈവത്തിങ്കിലേക്കാണ്. दहावीद वचन लिहिलेलं आहे तरी त्याच्याकडे म्हणलं तर परमेश्वरकडे आहे. ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന പ്രിയ സഹോദരങ്ങളൊക്കെ യേശുവിനെ അറിയുന്നത് കൊണ്ടാണ് ഇവിടെ കൂടി വരുവാൻ सर्वांनी येशू ख्रिस्ताला स्वीकार केले म्हणून आज इथं बसलेला आहे. നിങ്ങൾ ഏത് സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരായിരുന്നാലും നിങ്ങൾ യേശുവിനെ അറിഞ്ഞത് കൊണ്ട് അവങ്കിലേക്ക് നോക്കിയാണ് ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. कुठल्या परिस्थितीमध्ये जात असलं तरी तुम्ही परमेश्वरला बघून आज इथं आलेला आहे. ജോഷുവ പാസ്റ്ററിലൂടെയോ അതുപോലുള്ള മറ്റ് സഹോദരങ്ങളിലൂടെയോ നിങ്ങൾ യേശുവിനെ പറ്റി കേട്ടിട്ടുണ്ട്. कदाचित जोशुआ पास्टरकडून तुम्ही येशू बद्दल ऐकलेलं असणार. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു വിശ്വാസം ഉണ്ടായി യേശുവിന്റെ അരികിൽ വന്നാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും. तुमच्या मनामध्ये एक विश्वास आहे, येशूच्या जवळ गेलं तरी माझ्या जीवनामध्ये एक संकट आहे ते संकट निघून जाणार आहे. അത് നിങ്ങളുടെ വിശ്വാസത്തിന്റെ ആരംഭമാണ്. ते तुमच्या विश्वासाच्या सुरुवात आहे. തുടർന്ന് നിങ്ങൾ ആ കർത്താവിലേക്ക് നിങ്ങളുടെ ആശ്രയം പരിപൂർണമായി സമർപ്പിക്കപ്പെടുമ്പോൾ आणि तुमचा आश्रय पूर्णपणे परमेश्वराकडे ठेवलं तर നിങ്ങളുടെ ജീവിതത്തെ കർത്താവ് അത്ഭുതകരമാർന്ന വഴികളിലൂടെ നടത്തും. तुमच्या जीवनामध्ये परमेश्वर मोठे चमत्कार करणार आहे. കാരണം കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് മനുഷ്യരാശിയുടെ കെട്ടുകളെ പിശാചിന്റെ ബന്ധനങ്ങളെ അഴിക്കുവാൻ വേണ്ടിയാണ്. कारण येशू ख्रिस्त जगामध्ये कशासाठी आलेला आहे? सैतानाचे बंधन तोडण्यासाठी आलेला आहे. ആ യേശുവിന്റെ മുഖത്തേക്ക് നോക്കിയവരുടെ ജീവിതത്തിലെ പൈശാചിക കെട്ടുകൾ താനെ അഴിഞ്ഞിരിക്കും. हा येशूवर विश्वास ठेवणाऱ्या लोकांचे सर्व सैतानिक अडकळं निघून जाणार आहे. ലോകത്തിന്റെ പ്രഭു എന്നാണ് പിശാചിനെ പറ്റി പറയുന്നത്. हा जगाचा प्रभू म्हणून सैतानाला नाव दिलेलं അവൻ आहे. ഇരുട്ടിന്റെ അധികാരിയാണ്. ते अंधकाराचा एक अधिकारी आहे. നാം ദൈവത്തെ അറിയാതിരിക്കുന്ന കാലഘട്ടങ്ങളിൽ നാം ആയിരുന്നത് അന്ധകാരത്തിലാണ്. आपण येशूला स्वीकार केले नाही त्याच्या अगोदर आपण एक अंधकारामध्ये होता. ആ അന്ധകാരത്തിൽ ഇരിക്കുന്ന നമുക്ക് വേണ്ടിയാണ് ലോകത്തിന്റെ വെളിച്ചമായ അത്ഭുത വെളിച്ചമായ കർത്താവായ യേശു ക്രിസ്തു त्या വെളിപ്പെട്ടത്. अंधकारामध्ये बसलेला आपल्यासाठी जगाचा प्रकाश म्हणून येशू जगामध्ये आलेला आहे. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകും. लोकांसोबत असं म्हणलेलं आहे, मी जगाचा प्रकाश आहो. എന്നിൽ വിശ്വസിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ വെളിച്ചത്തിൽ വസിക്കുമെന്ന് പറയുക. माझ्यावर विश्वास करणारे लोक अंधकारामध्ये नव्हे प्रकाशामध्ये असणार आहे. അന്ധകാരത്തിന്റെ പരിണിതഫലമായി നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നതാണ് സകല തിന്മകളും കയ്പുകളും കഷ്ടതകളും പട്ടിണിയും പ്രയാസങ്ങളും പരിവട്ടങ്ങളുമെല്ലാം. अंधकारामुळे आपल्या जीवनामध्ये भरपूर वाईट गोष्टी आलेल्या आहे, आर्थिक अडचणी आलेल्या आहे, संकट आपल्या जीवनामध्ये आलेला आहे. നമ്മൾ എല്ലാവരും
എല്ലാവരും ദൈവത്തിന്റെ മനോഹര സൃഷ്ടികളാണ്. आपण सर्वजण परमेश्वरने सृष्टी केलेला सृष्टी आहे. ദൈവത്തിന്റെ സൃഷ്ടിയോട് ശത്രുതയുള്ള ഒരേ ഒരാളേ ഉള്ളൂ, അത് പിശാചാണ്. देवाने सृष्टी केलं ते सृष्टीला विरुद्ध कोण आहे? सैतान आहे. പിശാചിന് ഒരൊറ്റ ആഗ്രഹമുള്ളൂ, ദൈവസന്തതികളായ മനുഷ്യനെ നശിപ്പിച്ചു കളയുക. सैतानाला एकच इच्छा आहे, देवाच्या लेकरांना नाश करावे म्हणून. അതുകൊണ്ടാണ് പിശാച് മനുഷ്യ ജീവിതത്തിലേക്ക് തിന്മയെ കൊണ്ടുയിടുന്നത്. म्हणून सैतान काय करत आहे? मनुष्याच्या जीवनामध्ये वाईट गोष्टी देत आहे. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ മദ്യപിക്കുന്നുണ്ടെങ്കിൽ, കലഹക്കാരാകുന്നുണ്ടെങ്കിൽ, കുടുംബ തകർച്ചകൾക്ക് കാരണമാകുന്നുണ്ടെങ്കിൽ അവരിലൂടെ പിശാച് പ്രവർത്തിക്കുന്നതാണ്. कदाचित तुमच्या घरामध्ये कोणी लोक व्यसनामध्ये असलं तर, तुमच्या कुटुंबामध्ये काहीतरी प्रश्न असला तर त्याचे कारण काय आहे? सैतान त्यांच्या जीवनामध्ये कार्य करत आहे. വിശുദ്ധ ബൈബിൾ പറയുന്നത് അവൻ അറുക്കുവാനും മുടിക്കുവാനും മോഷ്ടിക്കുവാനും വരുന്നു എന്നാണ്. हा वचन असं बोलत आहे, सैतान कशासाठी? आपल्याला नाश करण्यासाठी आणि चोरी करण्यासाठी येत आहे. എന്തുകൊണ്ടാണ്? ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റിക്കളയുവാൻ വേണ്ടി അവനെ അറുത്തു മുടിക്കുന്നു, രോഗിയാക്കുന്നു, സാമ്പത്തികമായി തകർക്കുന്നു, കുടുംബ തകർച്ചകൾ ഉണ്ടാക്കുന്നു, സ്നേഹബന്ധങ്ങളെ ഉടച്ചു കളയുന്നു. सैतान काय काम करत आहे? आपल्या जीवनामध्ये, शरीरामध्ये आजारी देत आहे आणि घरामध्ये झालेले भांडणाच्या कृती करत आहे. असं सैतान आपल्याला नाश करण्यासाठी प्रयत्न करत आहे. ഭാര്യ ഭർത്തൃ ബന്ധങ്ങളെ തകർത്ത് കളയുന്നു, അപ്പൻ അമ്മ മക്കൾ ബന്ധങ്ങളെ ഉടച്ചു കളയുന്നു, കുടുംബങ്ങളിൽ നാശം വിതയ്ക്കുന്നു. पती पत्नीच्या जीवनामध्ये काहीतरी प्रॉब्लेम देत आहे आणि आई वडिलांच्या लेकरांच्या मध्ये प्रॉब्लेम देत आहे आणि कुटुंब नाश करण्यासाठी सैतान प्रयत्न करत आहे. ജീവിതത്തിൽ ഇതുപോലെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് ശാശ്വതമായ ഒരു പരിഹാരത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. तुमच्या जीवनामध्ये असले काय प्रॉब्लेम असते ते आज त्याच्यातून परमेश्वर तुम्हाला मुक्त करणार आहे. നിങ്ങളിൽ ആരെങ്കിലും രോഗിയോ കടഭാരങ്ങളിൽ കടന്നു പോകുന്നവരോ, ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾ ഉടഞ്ഞവരോ, കുടുംബത്തിൽ മരണങ്ങൾ വേർപാടുകൾ സംഭവിച്ചവരോ, തലമുറകൾ ഉടഞ്ഞു പോയവരോ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നൊരു ശുഭപ്രതീക്ഷയുടെ ദിനമാണ്. तुमच्या जीवनामध्ये काहीतरी संकट असलं तर, तुमच्या शरीरामध्ये काहीतरी आजारी असलं तर, तुमच्या घरामध्ये काहीतरी संकट असलं तर आज परमेश्वर त्याच्यातून तुम्हाला मुक्ती करणार आहे. കാരണം പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ വന്ന ദൈവപുത്രനെയാണ് നാം ഇവിടെ कारण ഉയർത്തുന്നത്. सैतानाच्या कृती आपल्या जीवनातून नाश करण्यासाठी येशू जगामध्ये आलेला ആ आहे. ദൈവപുത്രനെ പറ്റിയാണ് പറഞ്ഞത്, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. देवाच्या पुत्राबद्दल परमेश्वराच्या वचनामध्ये म्हणलं लागत, त्याच्याकडे पागलेलं लोह. അവരുടെ മുഖമോ ലജ്ജിച്ചു പോയില്ല. त्यांचं मुख कधी बी ह्याला कळवणार नाही. ഇന്ന് നിങ്ങൾ ജീവിത പ്രതിസന്ധികളുടെ മുമ്പിൽ തലകുനിച്ച് നടക്കുന്നവരാണോ? പ്രതിസന്ധികളിൽ നിങ്ങൾക്ക് മുഖമുയർത്തുവാൻ കഴിയാതെ ആയിരിക്കുന്ന അവസ്ഥയിലാണോ? आज तुम्ही हल्लेल्या तुमच्या काही प्रॉब्लेम मुळे तुम्ही निराशामध्ये असलं तर, എന്നാൽ ഇന്ന് അവന്റെ സകല ആയുധങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് കാൽവരിയിൽ ജയോത്സവമാടിയ നസ്രേനായ യേശു ക്രിസ്തുവിന്റെ നാമങ്ങൾ ഉയർത്തപ്പെടുമ്പോൾ ആ മുഴങ്കാലുകൾ മടങ്ങപ്പെടും. आज हल्ले येशू ख्रिस्ताच्या नावाचा गौरव होत असताना सैतानाच्या सर्व अडकळा निघून जाणार आहे. അതുകൊണ്ട് ഇന്ന് പകലിനെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ സഹോദരങ്ങളെ, നിങ്ങളുടെ മുഖം പ്രകാശിക്കുന്ന ദിനങ്ങൾ സമാഗതമായി. म्हणून आज हल्लेले तुम्ही परमेश्वरच्या वचन ऐकत असताना तुमचं तोंड परमेश्वरचा प्रकाश तुमच्या जीवनामध्ये येणार ഞാൻ आहे. ആരിൽ വിശ്വസിക്കുന്നുവെന്ന് ഞാൻ ഉറപ്പായും അറിയുന്നു. അവന്റെ നാമം ഞാൻ ഉയർത്തിയാൽ എനിക്കറിയാം അവിടെ വിടുതൽ നടന്നിരിക്കും. परमेश्वरच्या नावाचं गौरव आपण केलं तर तिथं परमेश्वरच्या कार्याने आणि परमेश्वरचं गौरव होणार आहे. അവനെ പറ്റി പറയുന്നവൻ ലോകത്തിന്റെ വെളിച്ചമാണെന്നാണ് പറയുന്നത്. वचनात म्हणलेलं आहे, येशू जगाचा प्रकाश आहे. അവനെ ഒരു മെഴുകുതിരി വെട്ടം കൊണ്ടോ, ഒരു വിളക്കിൽ കത്തിക്കുന്ന വെട്ടം കൊണ്ടോ, ഏതെങ്കിലും ഫോട്ടോയുടെ മുമ്പിൽ തൂക്കുന്ന വെളിച്ചം കൊണ്ടോ ഒതുക്കുവാൻ കഴിയുന്നവനല്ല. आणि येशू ख्रिस्त एक मेणबत्ती लावलं तर तिथं येणार नाहीये. അവൻ ലോകത്തിന്റെ വെളിച്ചമാണ്. ते जगाचा प्रकाश आहे. ഏതിരുളിനെയും അവൻ പ്രകാശിപ്പിക്കും. आणि कुठलं पण किती मोठा अंधार असू दे तिथं प्रकाश देणारा आहे येशू. ഇരുളിന്റെ അധികാരി നിങ്ങളുടെ ജീവിതത്തിൽ ഏൽപ്പിച്ചിരിക്കുന്ന നരകതുല്യമായ ജീവിതമുണ്ടെങ്കിൽ അതിനെ പ്രകാശപൂരിതമാക്കി അവൻ തീർക്കും. आपल्या जीवनामध्ये काहीतरी अंधकाराच्या परिस्थिती असलं तर आज परमेश्वरचा प्रकाश आपल्या जीवनामध्ये होणार നിങ്ങൾ आहे. നേരിടുന്ന പ്രതിസന്ധികളിൽ നിന്ന് എങ്ങനെയാണ് വിമോചനം എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഹൃദയംഗമായി യേശുവേ എന്ന് വിളിക്കുമ്പോൾ, तुमच्या जीवनात जे काही संकट आहे त्याच्यातून मुक्ती करण्यासाठी काय करायला पाहिजे? आपण मनापासून परमेश्वराला आपण स्वीकार करायला पाहिजे. ഒരുവൻ സംശയം കൂടാതെ യേശുവേ എന്ന് വിളിക്കുമ്പോൾ, आणि येशू म्हणून आपण मोठ्याने हात मारायला पाहिजे. ആ യേശുവിന്റെ നാമം നിങ്ങളുടെ നാവിലൂടെ ഉയർത്തപ്പെടുമ്പോൾ, आणि येशूच्या नावाचा गौरव तुमच्याद्वारे होत असताना നിങ്ങളുടെ ഭവനത്തിനുള്ളിലുള്ള സകല ദുരിതങ്ങളും ദുരന്തങ്ങളും ശാപങ്ങളുടെയും കെട്ടുകൾ അഴിയപ്പെടും. आणि तुमच्या घरामध्ये काय सैतानाच्या बंधन आहे ते सगळं तोडणार आहे. നിങ്ങളിൽ ഒരാൾ ക്രിസ്തുവിലായാൽ മതി. तुमच्या एक जण ख्रिस्त
ख्रिस्तामध्ये आलं तर അവനും അവന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് ബൈബിൾ आणि പറയുന്നു. त्यांच्या परिवारांचा तारण होणार आहे. നിങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താവിന് മടങ്ങി വരുവാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ आणि കഴിയും. तुमच्या पती परमेश्वराच्या देवाला येण्यासाठी तुम्ही प्रार्थना करू शकता. നിങ്ങളുടെ അമ്മായിയപ്പനോ അമ്മായിയോ നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളിൽ ആരെങ്കിലും ഒക്കെ കുടുംബത്തിനകത്ത് നിങ്ങൾക്ക് തകർച്ചയായി നിൽക്കുന്നുവെങ്കിൽ അവർക്ക് മാനസാന്തരം ഉണ്ടാക്കാൻ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് കഴിയും. तुमच्या सास आणि सासूच्या बद्दल तुमच्या जीवनामध्ये काहीतरी संकट असलं तर तुम्ही प्रार्थना करा, त्याच्यामध्ये परमेश्वर तुम्हाला उत्तर देणार आहे. നിങ്ങളുടെ ജീവിതത്തിൽ നേരിടുന്ന സാമ്പത്തികമായ പ്രതിസന്ധികൾ, കടബാധിതകൾ, ഭവനമില്ലാത്ത ശൂന്യാവസ്ഥകൾ, അതിനെ ബന്ധനങ്ങളെ പൊട്ടിക്കുവാൻ നിങ്ങൾക്ക് ഈ ഒരു നാമത്തിൽ കഴിയും. तुमच्या जीवनात जे काही आर्थिक अडचणी आहे, तुम्हाला राहायला घर नसलं तरी जे काही शैतान बांधून ठेवलेलं सर्व अडचणी त्याच्यातून आज तुम्हाला परमेश्वर बरा करणार കാരണം ഈ आहे. നാമം ഉയർത്തപ്പെടുന്നിടത്ത് ഇരുട്ടിന് ഇരിക്കുവാൻ കഴിയത്തില്ല. परमेश्वरच्या नावाचं गौरव कुठं होत आहे तिथं अंधकार बसू शकत नाहीये. നിങ്ങൾ നിരന്തരമായി ഭവനത്തിനുള്ളിൽ യേശുവിന്റെ നാമം പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. आणि तुम्ही निरंतर आला तुमच्या घरामध्ये येशूच्या नावाचं गौरव करायला पाहिजे. കൊലോസ്യ ലേഖനകാരൻ പറയുന്നത് നിങ്ങൾ വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും യേശുവിൻ നാമത്തിൽ ചെയ്യണം. आणि तुलसीदास पत्रामध्ये म्हणलं तुमच्या शब्दाच्या द्वारे आले काय तुम्ही करत आहात ते येशूच्या नावामध्ये तुझे धन्यवाद करायला पाहिजे. നിങ്ങൾ ഈ നാമം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അന്തരീക്ഷ മണ്ഡലങ്ങൾ മാറ്റം आणि സംഭവിക്കും. तुम्ही येशूच्या नावाचं गौरव करत असताना आपलं सर्व कृती बदलणार आहे. കാരണം ഈ നാമം കേൾക്കുന്നത് സൈത്താനെ आणि വിറയ്ക്കുമാറാണ്. येशूच्या नावाचं ऐकलं तर शैतान हरले पळून जाणार आहे. 2023 വർഷങ്ങൾക്ക് മുന്നേ കാൽവറിയിൽ അവന്റെ തലയെ തകർത്ത് ആയുധവർഗം വെപ്പിച്ച് ജയോത്സവം ആടിയവനാണ് നമ്മുടെ കർത്താവ്. 2023 वर्षापूर्वी शैतानाला नाश करून जय पावलेला आहे आपला येशू ख्रिस्त. അതുകൊണ്ട് ഇന്ന് ആര് വിശ്വാസത്തോടെ യേശുവേ എന്ന് വിളിക്കുന്നു, പിശാച് അവിടെ മുട്ടുമടക്കുവാനിടയായി. आणि म्हणून आज कोण प्रभू प्रभू म्हणणार आहे तिथं शैतानाच्या सर्व अडकला निघून जाणार आहे. അവൻ വഞ്ചകനാണ്, അവൻ കബളിപ്പിക്കുന്നവനാണ്. നിങ്ങളോട് അവൻ ഭോഷ്ക് പറയും, നിങ്ങളുടെ സാഹചര്യങ്ങൾ മാറുകയില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. आणि शैतानाला तुम्हाला फसवणार आहे आणि तुमच्या संधी लबाड बोलणार आहे आणि तुम्हाला नाश करण्यासाठी प्रयत्न करत അവൻ आहे. നിങ്ങളെ പ്രാർത്ഥനയിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ നോക്കും, കൂട്ടായ്മകളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ തുടങ്ങും. നിങ്ങളുടെ വിശ്വാസത്തെ കെടുത്തുവാൻ പിശാച് आणि നോക്കും. शैतान तुम्हाला काय करत आहे, तुम्ही प्रार्थनेला जाऊ नये, तुमच्या विश्वासाला मागे घेण्यासाठी शैतान प्रयत्न करत आहे. പക്ഷെ നിങ്ങൾ വിട്ടുകൊടുക്കരുത്. നിങ്ങൾ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കണം. आणि पण तुम्ही सोडू नये, तुम्ही येशूच्या नावामध्ये तुम्ही प्रार्थना करायला വിശുദ്ധ पाहिजे. ബൈബിൾ പറയുന്നു, മടുത്തു പോകാതെ आणि പ്രാർത്ഥിക്കണം. परमेश्वरचं वचन म्हणायला आहे, निरंतर प्रार्थना करायला നിങ്ങൾ അങ്ങനെ पाहिजे. പ്രാർത്ഥിക്കുമ്പോൾ തിരുവചനം പറയുന്നു, അവനോട് എതിർത്ത് നിൽപ്പീൻ, അവൻ നിങ്ങളെ വിട്ട് आणि ഓടിപ്പോകും. तुम्ही प्रार्थना करत असताना परमेश्वरचं वचन म्हणाला शैतानाच्या विरुद्ध करावे म्हणून. അതുകൊണ്ട് ഇന്ന് പകൽ ഞാൻ അധികാരത്തോടെ പറയാം, നിങ്ങളുടെ കുടുംബങ്ങളിൽ രോഗബന്ധനങ്ങൾ आणि അഴിയപ്പെട്ടിരിക്കും. आज मी ह्याला परमेश्वरच्या अधिकारानं बोलत आहे, तुमच्या घरामध्ये काय बंधन आहे ते आज तोडणार आहे. നിങ്ങളുടെ സാമ്പത്തികമായ കെട്ടുകൾ അഴിയപ്പെട്ട് നിങ്ങളുടെ കരങ്ങൾ നിറയുമാറാകും. आणि ते आर्थिक अडकळं सर्व निघून जाऊन तुमच्या हातामध्ये आणि सर्व भरणार आहे. നിങ്ങളുടെ പങ്കാളികൾ നിങ്ങളോട് ചേർന്ന് സന്തോഷത്തോടെ വസിക്കുന്ന ദിനങ്ങൾ സമാഗതമായിരിക്കുന്നു. तुमच्या हाताले पती ह्याला तुमच्या बरोबर आनंदाने राहणारा वर्ष येणार आहे. നിങ്ങളുടെ തലമുറകളുടെ ന്യൂനതകൾ മാറി അവർ അനുഗ്രഹിക്കപ്പെട്ട സന്തതികളായി മാറും. पिढीमध्ये परमेश्वरने आशीर्वाद देणार आहोत. നിങ്ങളുടെ ശാരീരികമായ ആരോഗ്യത്തിന് പൂർണ്ണതയുണ്ടാകും. आणि तुमच्या शरीरामध्ये काही अडकण आहे त्याच्यातून परमेश्वर तुम्हाला मुक्ती करणार आहे. കാരണം ഒരുവൻ ക്രിസ്തുവിലേക്ക് ആയിത്തിരിപ്പോൾ അവനൊരു പുതിയ സൃഷ്ടിയായി മാറുകയാണ്. परमेश्वरचं वचन म्हणलं आहे, तुम्ही ख्रिस्तामध्ये आला तर तुम्ही एक नवीन सृष्टी होणार ആ आहे. നാമത്തിൽ ആശ്രയിക്കുന്നവൻ പ്രകാശിതമായി തീരുമെന്ന് പറയുകയാണ്. परमेश्वरच्या नावामध्ये आराधना करणारा त्यांच्या जीवनामध्ये परमेश्वरचा प्रकाश येणार आहे. ഇരുട്ടുള്ള ഒരു മുറിയിലേക്ക് ലൈറ്റ് ഇടുമ്പോൾ എങ്ങനെ സംഭവിക്കുന്നോ എന്ന് പറഞ്ഞതുപോലെ യേശുവിന്റെ നാമം നിങ്ങൾ വിളിക്കപ്പെടുമ്പോൾ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലെ ഇരുളുകളങ്ങ് മാഞ്ഞു പോകും. आणि अंधकार असलेले एक रूम मध्ये जर लाईट लावलं तर कसं प्रकाश येत आहे, असं तुम्ही प्रभू असं म्हणताना तुमच्या जीवनामध्ये प्रकाश येणार आहे. അനാവശ്യമായി കലഹമുണ്ടാകുന്ന ചില കുടുംബത്തിൽ നിന്ന് വന്നവർ ഇതിനുള്ളിൽ ഇരിപ്പുണ്ട്. आणि काही परिवारामध्ये काहीतरी अडचणी संकट भांडणाचा आत्मा असलेला काही लोक इथं बसलेला आहे. നിരന്തരമായി ചെറിയ കാര്യങ്ങൾക്ക് വഴക്കുണ്ടാക്കുന്ന ചില ഭവനങ്ങളിൽ നിന്ന് വന്ന काही പ്രിയപ്പെട്ടവർ लोकांच्या ഇരിപ്പുണ്ട്. घरामध्ये ह्याला छोट्याच्या विषयासाठी भांडण होणारा फॅमिली आज इथं बसलेला आहे. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്ക് സമാധാനത്തോടെ പല ദിവസങ്ങളിലും ഉറങ്ങാൻ കഴിയാറില്ല. तुमच्या घरामध्ये समाधान तुम्हाला झोपू शकत नाही असली परिस्थिती आहे तुमच्या जीवनामध्ये. നിങ്ങളുടെ സമാധാനത്തെ കെടുത്തിക്കളയുവാൻ ആ വ്യക്തിയെ ഉപയോഗിക്കുന്നത് പിശാചാണെന്ന് നിങ്ങൾ आणि തിരിച്ചറിയണം. तुमच्या जीवनामध्ये समाधान नाश करण्यासाठी कोण प्रयत्न करत आहे, शैतान प्रयत्न करत आहे. നിങ്ങൾ അവരോട് വാശിയോടെ മത്സരിക്കല്ലേണ്ട, നിങ്ങൾ മുട്ടുമടക്കി പ്രാർത്ഥിക്കണം. आणि तुम्ही त्यांच्या बरोबर भांडण करू नये, तुम्ही गुडघे बसून प्रार्थना करायला നിങ്ങൾ पाहिजे. പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ പങ്കാളിയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ അംഗത്തിന്റെ സ്വഭാവത്തിന് രൂപാന്തരം आणि സംഭവിക്കും. तुम्ही प्रार्थना करत असताना तुमच्या घरामध्ये असलेल्या लोकांचा स्वभाव बदलणार आहे. അവരിൽ വാഴുന്ന ഇരുൾ നിങ്ങളെ
നിരാശപ്പെടുത്തുവാൻ ശ്രമിക്കുന്നതാണ്. जीवनामध्ये असलेल्या सैतानाच्या सर्व अडीकडे निघून जाणार आहे. ഇന്ന് പകൽ ആത്മഹത്യയെ പറ്റി ചിന്തിച്ചിട്ടുള്ള ചില സഹോദരിമാർ ഇതിനുള്ളിൽ ഇരിപ്പുണ്ട്. आज हल्लेली आत्महत्या करायला पाहिजे असं विचार केलेला काही सिस्टर लोक इथे बसलेला आहे. എന്നാൽ ഞാൻ നസ്രേനായ യേശുവിന്റെ നാമത്തിൽ പറയട്ടെ, ജീവന്റെ സമൃദ്ധി അവൻ നിന്റെ ജീവിതത്തിൽ പകരും. आणि येशूच्या नावामध्ये बोलत आहे, जीवनाच्या समृद्धी परमेश्वर तुमच्या जीवनामध्ये येणार आहे. അവൻ നിന്റെ ശൂന്യതകളെയും സങ്കടങ്ങളെയും തുടച്ചു നീക്കും. आणि तुमच्या शून्य परिस्थिती तुमच्या संकट तुमच्या जीवनातून निघून जाणार നിന്നെ आहे. തളച്ചിടുന്ന ഇരുള് യേശുവിന്റെ നാമം വിളിക്കുമ്പോൾ അത് നിന്റെ ഭവനം വിട്ടുപോകും. तुमच्या जीवनामध्ये असलेल्या अंधकाराच्या परिस्थिती तुम्ही प्रभू प्रभू म्हणताना ते सर्व निघून जाणार आहे. അതുകൊണ്ട് ഇന്ന് പകൽ ഞാൻ ഉറപ്പായിട്ടും പറയട്ടെ, യേശു ക്രിസ്തുവിന്റെ നാമം നിന്റെ സകല കെട്ടുകളെയും അറുത്തു आणि മാറ്റും. आज मी तुम्हाला सांगतो, येशूच्या नाव तुमचे सर्व बंधन तोडणार आहे. തലമുറകളില്ലാതെ ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഉദരബലത്തെ തരുവാൻ സർവശക്തൻ ശക്തനാണ്. अरे लग्न होऊन आलं मूलबाळ नसलं तर आज मी सांगतो तुम्हाला पिढी देण्यासाठी परमेश्वर सर्वशक्तिमान आहे. വിവാഹ ജീവിതത്തിലെ ഉടച്ചിലുകൾ യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകും. आलेले पती पत्नीच्या जीवनामध्ये काय संकट आहे ते सर्व येशूच्या नावामध्ये निघून जाणार आहे. അന്യായമായി നിന്റെ കുടുംബത്തിൽ നിന്ന് കവർന്നെടുത്തു പോയ അകാല മൃത്യുവിന്റെ മരണത്തിന്റെ ആത്മാവിനെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു. आणि तुमच्या घरामध्ये जे काय मरणाचा आत्मा असलं तर येशूच्या नावामध्ये ही सर्व काढून टाकणार आहे. ഇന്ന് പകൽ ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ ഉറപ്പു തരാം, യേശുവിലേക്ക് നോക്കിയവർ आणि പ്രകാശിതരായി. आज मी या वचन संपवणार आहे, तुम्हाला एक खात्री देतो, तुम्ही परमेश्वराकडे आले पागले तर देव तुम्हाला आशीर्वाद देणार आहे. അവൻ നിന്റെ കുടുംബ ജീവിതത്തെ പ്രകാശപൂരിതമാക്കും. आणि तुमच्या कुटुंबिक जीवनामध्ये परमेश्वरचा प्रकाश देणार आहे. ഇരുളടഞ്ഞു പോയ ഭാവി പ്രകാശപൂരിതമാക്കി आणि തീരും. अंधकारामध्ये असलेलं भविष्य परमेश्वर प्रकाश देणार आहे. ഇരുൾ മൂടിയ നിന്റെ സമ്പദ് വ്യവസ്ഥ പ്രകാശപൂരിതമായി आणि തീരുവാനിടയായി अंधकारामध्ये തീരും. असलेल्या तुमच्या आर्थिक परिस्थिती परमेश्वर बदलणार आहे. ഇന്ന് പകൽ രോഗത്തിന്റെ കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ നിന്റെ ജീവിതത്തിൽ എന്നേക്കുമായി आणि അഴിയും. तुमच्या शरीरामध्ये काही आजारी असलं तर आज येशूच्या नावामध्ये बरे होणार आहे. അകാരണമായി യൂട്രസ് പ്രോബ്ലം യേശുവിന്റെ നാമത്തിൽ ഹീൽ ചെയ്യപ്പെടും. आणि uterus problem असलेला आज प्रभू येशूच्या नावामध्ये बरे होणार आहे. യേശുവിന്റെ നാമത്തിൽ അകാരണമായ പെയിനുകൾ, ജോയിന്റ് പെയിനുകൾ യേശുവിന്റെ നാമത്തിൽ ഹീൽ ചെയ്യപ്പെടും. येशूच्या नावाने प्रार्थना करत असताना तुमच्या शरीरामध्ये सर्व वेदना निघून जाणार आहे. ലഹരി ഉപയോഗിക്കുന്ന നിന്റെ കുടുംബാംഗത്തെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ഇന്ന് ബന്ധനത്തിൽ നിന്ന് आणि तुमच्या घरामध्ये വിമോചിതരാക്കുന്നു. कोणी व्यसन करत असलं तर हल्ली येशूच्या नावात सर्व व्यसनाचे बंधन तोडत आहे. നിന്റെ കുടുംബത്തിലെ സന്തോഷത്തെ മുടിച്ചു കളഞ്ഞ പിശാചിനെ ഞാൻ എന്നേക്കുമായി പറിച്ചു आणि മാറ്റുകയാണ്. तुमच्या घरामध्ये काही संकट दिलेल्या सैतानाचे सर्व अडकलं मी आज बंधन तोडणार आहे. ഇന്ന് പകലിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വമേറിയ നാമം നിന്റെ കുടുംബത്തെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. आणि आज तुमच्या जीवनामध्ये परमेश्वर आशीर्वाद देणार അതെ, आहे. അവൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. येशू हल्लेल्या जगाचा प्रकाश आहे. അതെ, ഇരുളിനെ അവൻ മാറ്റുമെന്ന് പറയുന്നു. आणि ते अंधकारात निघून जाणार आहे. അതാണ് നാം സങ്കീർത്തന പുസ്തകത്തിൽ വായിച്ചത്, അവങ്കലേക്ക് നോക്കിയവർ. तेच आपण परमेश्वरच्या वचनामध्ये म्हणलेलं आहे, त्याच्याकडे पाहिलेले लोक. ആരിലേക്ക്? യേശു ക്രിസ്തുവിലേക്ക് നോക്കിയവർ. आणि येशू ख्रिस्तावर बघितलेले लोक. അവരുടെ മുഖം പ്രകാശിതമായി. आणि त्यांच्या मुखाला प्रकाशित होणार आहे. 38 വർഷമായി കൊലക്കടവിൽ ബന്ധിക്കപ്പെട്ട് കിടന്ന ഒരു സഹോദരന്റെ അരികിലേക്ക് കർത്താവ് തെരുവിലൂടെ വരുമ്പോൾ आणि 38 वर्ष त्या तळामध्ये झोपलेल्या त्या व्यक्तीच्या जवळ येशू आलेला आहे. 38 വർഷമായി അവനോട് ആശയങ്ങൾ പറഞ്ഞു കൊടുത്തു, നിനക്ക് സൗഖ്യമാക്കാനുള്ള വഴികൾ പലരും പറഞ്ഞു കൊടുത്തിട്ടും അവന്റെ ജീവിതത്തിൽ വിടുതലുണ്ടായില്ല. 38 वर्ष झालं त्या व्यक्ती तिथे झोपलेला, अनेक लोक येऊन त्यांना बरं होण्यासाठी चांगले चांगले मार्ग बोललेला आहे, तरी सुद्धा ते भर नाही झालेला आहे. ലോകം പറയുന്ന പരിഹാര മാർഗങ്ങൾ നിനക്ക് സൗഖ്യവും സ്വാതന്ത്ര്യവും തരികയില്ലെന്ന് ഞാൻ ഉറപ്പായി आणि പറയാം. जगाचा लोक काहीतरी बोलले तर तुम्ही बरं होणार नाहीये. പലരും ആ മനുഷ്യനോട് പറഞ്ഞു, കുളത്തിൽ ചാടിയാൽ സൗഖ്യം ആദ്യം ചാടിയാൽ കിട്ടുമെന്ന്. अरे काही भरपूर लोक त्या व्यक्तीला सांगले तर तळामध्ये उतरलं तर तू बरं होणार आहे. കുളം കലങ്ങുന്ന സമയത്തേക്ക് അവനോട് പറഞ്ഞവർ അവന്റെ മുതുകത്ത് ചവിട്ടിപ്പോയി സൗഖ്യം പ്രാപിച്ചു. आले ते तळामध्ये ते परमेश्वरचे देवदूत हलवत असताना त्याच्यामध्ये उतरले नाही, त्यांना आणि मदत केलेला व्यक्ती सुद्धा ते बरं झालेला आहे. അവന്റെ ജീവിതം എന്നും ഒരു ചവിട്ടുപടി പോലെ കിടക്കപ്പെട്ടു. ते व्यक्ती अजून ते बरं झालं नाहीये. സകലരും അവന്റെ മുതുകിൽ ചവിട്ടി
കടന്നുപോയിക്കൊണ്ടേയിരുന്നു. त्यांच्या शरीरामध्ये हल्ले त्यांच्या शरीरातून वरून आले ते तळामध्ये उतरलेला व्यक्ती वर झालेला അവന് രക്ഷപ്പെടുവാനുള്ള ആഗ്രഹങ്ങളെ മറ്റുള്ളവർ ചവിട്ടി മെതിച്ചു കളഞ്ഞു. त्या व्यक्तीच्या ते आशा आहे ते सगळे दुसऱ्याने ते वर झालेला आहे. അവന്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും അസ്തമിച്ചു പോയി. ते व्यक्तीचं स्वप्न सगळं नष्ट झालेलं आहे. എന്നാൽ 38 വർഷമായി കിടന്ന് അവൻ കിടന്ന ആ തെരുവിലേക്ക് നസ്രയനായ യേശു കടന്നു आणि വന്നു. 38 वर्ष झाले ते व्यक्ती तिथे पडलेला आहे, पण येशू त्यांच्या जवळ आलेला आहे. നിനക്ക് സുഖമാകുവാൻ മനസ്സുണ്ടോ എന്ന് आणि तुला ചോദിക്കുന്നു. बरं होण्यासाठी इच्छा आहे का म्हणून विचारलेला आहे. ഇന്ന് പകലിൽ ഞാൻ നിങ്ങളോടും അതേ തന്നെ പറയുക. ലോകത്തിന്റെ പരിഹാര മാർഗങ്ങളിൽ പോയി കുടുങ്ങി ജീവിതത്തിൽ നിരാശപ്പെട്ടിരിക്കുന്നവരുണ്ടോ? आणि आधी जगामध्ये हल्ले तुम्ही बरं होण्यासाठी जगाच्या मागे गेले असं निराश असलेला व्यक्ती कोण आहे का आज? സകല പ്രതീക്ഷകളും അസ്തമിച്ചെങ്കിൽ आणि सर्व आशा आपल्या जीवनाकडून गेलेत. കർത്താവ് പറയാ, നിനക്ക് മനസ്സുണ്ടോ? आले पदी विचारलेला का तुला इच्छा आहे का? അവൻ തല ഉയർത്തി കിടന്നിടത്തുനിന്ന് യേശുവിന്റെ മുഖത്തേക്ക് നോക്കി. आणि ते व्यक्तीला विचारलं तुला बरं होण्याची इच्छा आहे का? ते येशूकडे पाहिलेला आहे. പലരും അവന്റെ മുതുകിൽ ചവിട്ടി കടന്നുപോയതേ ഉള്ളൂ. आणि अनेक लोक त्यांच्या शरीरातून वरून बरे झालेला आहे. എന്നാൽ ഒരുവൻ വന്നു അവന്റെ മുതുകിൽ ചവിട്ടുവാനല്ല, അരികിൽ നിന്ന് ചോദിച്ചു, സഹോദര നിനക്ക് സുഖമാകാൻ മനസ്സുണ്ടോ? पण येशू त्यांच्या वर चढण्यासाठी नाही, त्याच्या जवळ येऊन विचारायला आहे तुला बरे होण्यासाठी इच्छा आहे का? കിടന്നിടത്ത് കിടന്ന് മുഖമുയർത്തി അവങ്കിലേക്ക് നോക്കി. आणि ते तिथं पडलं होतं पण येशूकडे पाहिलेला आहे. അതെ, നീതി സൂര്യനായ ലോകത്തിന്റെ വെളിച്ചമായവൻ അവനെ ഉറ്റുനോക്കി. आणि जगाचा प्रकाश असलेला येशू त्याच्यावर बघितलेला आहे. കിടക്കിയെടുത്ത് നടക്ക എന്നവൻ പറഞ്ഞു. आणि त्याला म्हणलेला तू उठ आणि चला म्हणून सांगितलेला ഇന്ന് പകൽ आहे. ഞാൻ ഉറപ്പു തരാം, അവന്റെ മുഖത്തേക്ക് നോക്കിയാൽ എത്ര തളർന്നു കിടക്കുന്നവരും എഴുന്നേറ്റ് കുതിച്ചുയരുവാനിടയായി. आज रात्री तू सूर्यावरती कात्री करतो, तुम्ही परमेश्वरकडे पाहिलं तर तुमच्या जीवात किती निराशा असू दे तुम्ही उठून चालणार आहे. എത്ര നാളായി നീ നേരിടുന്ന പ്രശ്നം എന്നുള്ളത് ഇവിടെ വിഷയമല്ല. आणि किती वर्षापूर्वी तुमच्या जीवनामध्ये संकट आहे ते विषय नाहीये. അതെ, ഇന്ന് ഈ 18-ാം തീയതി നിന്റെ ജീവിതത്തിലെ വിടുതലിന്റെ आणि ദിവസമാണ്. आज 18 तारीखला तुमच्या जीवनामध्ये परमेश्वर कार्य करणार आहे. അതെ, ഇന്ന് ഈ 2.25 മണിക്കൂർ ഈ ജോഷുവ പാസ്റ്റർ ഭവനത്തിൽ നിന്ന് മടങ്ങി പോകുന്നത് നിന്റെ കുടുംബത്തിൽ ഒരു സന്തോഷ आज വർത്തമാനം सव्वा കേൾക്കാനാണ്. 2 वाजता जोशुआ पास्टरच्या घरातून तुम्ही जात असताना तुमच्या जीवनामध्ये एक मोठा चमत्कार होणार അതെ, आहे. ഇതുവരെ നിന്നെ കെട്ടിയിട്ട കെട്ടുകൾക്ക് ഒരു വിരാമമായി. आणि तुम्हाला बांधून टाकलेलं सर्व बंधन सोडणार आहे. നിന്നെ ഉയർത്തില്ലെന്ന് വാദിച്ച ശക്തികൾക്ക് വിരാമമായി. आणि तुम्हाला उन्नती देत नाही म्हणून मला बोलणाऱ्या सर्व शक्तीच्या विरुद्ध. അതെ, ഇന്ന് നമുക്ക് ഒരുമിച്ച് യേശുവിലേക്ക് നോക്കാം. आज आपण सर्वजण मिळून येशूकडे पाहूया. തിരിച്ചു പോകുന്നത് നിങ്ങളുടെ പുറമെ മാറ്റമില്ലെങ്കിലും അകത്തെ മനുഷ്യൻ പ്രകാശിതനായി आणि പോകും. तुम्ही आज इथून जात असताना तुमच्या बाहेर काय फरक नसतं तर तुमच्या आत हल्ले फरक दिसायला ഇന്ന് पाहिजे. ഭവനത്തിൽ കടന്നു ചെല്ലുമ്പോൾ വലിയ സ്വസ്ഥത അനുഭവിക്കാനിടയായി तुम्ही തീരും. तुमच्या घरामध्ये जात असताना एक मोठं समाधान वाढणार आहे ഇന്ന് तुम्हाला. ഞാൻ ഉറപ്പു തരാം, നീ യേശുവിന്റെ നാമം പറഞ്ഞ് ഭവനത്തിലേക്ക് കയറി പോയിക്കോ. आणि तुम्ही घरामध्ये जात असताना येशूचं नाव घेऊन तुम्ही घरात आत जावा. നിന്റെ ഭവനത്തിലെ കലഹത്തിന്റെ ആത്മാവ് പുറത്തു आणि പോകും. तुमच्या घरामध्ये काय भांडणाचा आत्मा आहे ते सगळं बाहेर जाणार आहे. നിന്റെ ഭവനത്തിനകത്തെ ശൂന്യത, ദാരിദ്ര്യം പുറത്തു आणि പോകും. तुमच्या घरामध्ये एक शून्यता आहे आणि हालेलुया गरीब परिस्थिती आहे ते सर्व बाहेर जाणार നിന്റെ आहे. ഭവനത്തിനകത്തെ രോഗാവസ്ഥയുള്ള വ്യക്തി आणि സൗഖ്യമാകും. तुमच्या घरामध्ये कोण भर नसतं तर परमेश्वर त्यांना भरे करणार आहे. അതെ, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി മാറി. परमेश्वराच्या माझ्या मंडळाला त्याच्याकडे पागलेला आहे त्यांना प्रकाश पावलेला ഞാൻ എന്റെ आहे. വാക്കുകൾക്ക് വിരാമം കുറിക്കുക. माझा शब्द संबोधणार അതെ, आहे. ഇരുട്ടിന്റെ പ്രവൃത്തിയെ അഴിപ്പാനത്രേ യേശു आणि വന്നത്. अंधकाराच्या क्रियेला बाहेर काढण्यासाठी येशू जगामध्ये आलेला അതുകൊണ്ട് आहे. നിങ്ങൾ ഹൃദയം തുറന്ന് യേശുവേ എന്ന് വിളിക്കണം. म्हणून तुम्ही झालेले मनापासून प्रभू प्रभू म्हणायला पाहिजे. നിങ്ങളുടെ സകല ഭാരങ്ങളും ഇറക്കി വെക്കാൻ കഴിയുന്ന ഏറ്റവും ഉത്തമമായ സ്ഥാനം आणि യേശുവിന്റെ तुमच्या അരികിലാണ്. सर्व संकट भार ठेवणारा एक उत्तम स्थान आहे परमेश्वर. നിങ്ങളുടെ പങ്കാളി നിങ്ങളുടെ വേദന അറിയണമെന്നില്ല. कदाचित तुमच्या पदी तुमच्या मनातली वेदना कळणार नाहीये. നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളുടെ സങ്കടം आणि ഉൾക്കൊള്ളണമെന്നില്ല. तुमच्या आई वडिलांना तुमच्या हाले संकट जाणणार नाहीये. ആരോടും പറയാത്ത നിന്റെ ഹൃദയത്തിനകത്തെ നൊമ്പരങ്ങളെ പോലും അറിയുന്ന ഒരുവനവൻ. आणि कोणाला सांगू शकत नाही असली वेदना तुमच्या मनामध्ये असलं तर आधी तुम्ही देवाबरोबर सांगायला അവൻ നിന്റെ पाहिजे. സകല കണ്ണുനീരുകളെയും തുടയ്ക്കും. आणि तुमच्या अश्रू पोचणारा परमेश्वर आहे. നമുക്ക് ഒരുമിച്ച് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. सर्वजण डोळे बंद करूया, प्रार्थना करूया. ഹല്ലേലൂയ. കരുണാസമ്പന്നനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ,
ഞങ്ങൾ ഒരുമിച്ച് തിരുസന്നിധിയിലേക്ക് അടുത്തു വരിക. നിങ്ങളിലേക്ക് നോക്കിയവർ പ്രകാശിതരായെന്ന ഇവിടെ പ്രസംഗിച്ചത്. കർത്താവേ, ഇന്ന് ഇവിടെ കേട്ടിരുന്ന നിഷ്കളങ്കരായ ഈ ജനം യേശുവേ എന്ന് ഹൃദയം കൊണ്ട് വിളിക്കുമ്പോൾ ഇന്ന് അവരെ കെട്ടിവെച്ച കെട്ടുകൾ അഴിഞ്ഞു മാറട്ടെ. കർത്താവേ, 38 വർഷം കൊളക്കടവിൽ കിടന്നവന്റെ ബന്ധനത്തെ അഴിച്ചതുപോലെ ഇതിൽ ചില പ്രിയപ്പെട്ടവരുടെ കർത്താവേ സ്തോത്രം കുടുംബ ജീവിതത്തിലെ ശൂന്യതകളെ മാറ്റുന്നതിനായി സ്തോത്രം, അവരുടെ ഭാരങ്ങളെ എടുത്ത് മാറ്റുന്നതിനായി സ്തോത്രം, അവർ വിഷയങ്ങൾക്ക് സമാപ്തി കുറിക്കുന്നതിനായി സ്തോത്രം. ഉള്ളങ്കരങ്ങളിലേക്ക് ഞാൻ പ്രിയപ്പെട്ടവരെ നൽകി അനുഗ്രഹിക്കുക. ഇവിടെ ഞങ്ങൾ മടങ്ങി പോകുന്നെങ്കിലും ഈ മകനിലൂടെ അത്ഭുത സാക്ഷ്യങ്ങൾ കേൾക്കുവാനിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദീർഘങ്ങളിൽ ഇവിടുത്തെ പ്രവർത്തനങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജോഷുവ പാസ്റ്റർക്കായി പ്രാർത്ഥിക്കുന്നു. തന്റെ സഹോദര കുഞ്ഞുങ്ങൾക്കായി ഇവിടെ കൂടി വന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ തിരുരക്തത്താൽ മറയ്ക്കുന്നു. പിതാവെ, തൃക്കരങ്ങളിലേക്ക് തരുന്നു. അവിടുന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ, ആമേൻ. വീഡിയോ വാച്ച് ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള നന്ദിയും സ്നേഹവും ഓർപ്പിക്കുന്നു. കർത്താവ് എല്ലാവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ടവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതുപോലെ തന്നെ കമന്റുകളും നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അടിയിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് ടെക്സ്റ്റ് ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും സാക്ഷ്യങ്ങളൊക്കെ പങ്കുവയ്ക്കണം. സ്തോത്രം. നമ്മുടെ മിഷൻ ഫീൽഡിനെ ഓർത്ത് നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കുന്നു. കർത്താവ് സ്തോത്രം എല്ലാവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും ഒന്നിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു, ലവ് യു, ഡിയർ ഓൾ. നിങ്ങളുടെ പ്രിയ സഹോദരൻ മനോജ് മാത്യു.